ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു 6 അയല മീനുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ചൊരു അയല മീൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു വലിയൊരു തക്കാളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 8 വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 കറിവേപ്പില, ഒരു 20 കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 3 കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്, കടുക്, ഉലുവ, ലേശം ജീരകത്തിൻ്റെ പൊടി ലാസ്റ്റ് ചേർക്കാം, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. കടായി ചൂടാകുമ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. എല്ലാം ഒന്ന് മൂക്കട്ടെ. അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും 3 പച്ചമുളകും ഇളക്കി കൊടുക്കും. അതോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് ചേർക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴലുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. അതും ഇതോടൊപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിൽ കിടന്നെല്ലാം ഒന്ന് മൂക്കണ്ട. ഉള്ളിയൊക്കെ ചെറുതായി വഴന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളിയും കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഈ സമയം ഇത് സൈഡിലോട്ടാക്കിയ ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കാം. പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി കൂടെ ചേർക്കാം. ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. കുടംപുളിയെല്ലാം ഈ മസാലയും നല്ലതുപോലെ
പിടിച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് കറി വേകാൻ ആവശ്യമുള്ള മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിക്കും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചൊരു തിള വരട്ടെ. തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുപ്പ് തുറക്കാൻ കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മീൻ കഷ്ണം ഓരോന്നായി പെറുക്കിയിട്ടത് അതിൻ്റെ തല കളഞ്ഞിട്ടാണ് എടുത്തത്. ഇതിൽ മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ചേർത്തത്, 1 ടേബിൾ സ്പൂൺ. ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. ഇടയ്ക്ക് തുറന്നൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. നമുക്ക് അടപ്പൊന്ന് തുറക്കണം. കറിയൊക്കെ വെന്ത് കഴിക്കും. ഞാനിതൊന്ന് ചുറ്റിച്ച് കൊടുത്തായിരുന്നു, എടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ നോക്കിയ ശേഷം ബാക്കി ചേർക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. കറിയെല്ലാം ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നാടൻ അയല മീൻ കറി റെഡി. ഈ കറി വേകുന്നതിനായി ഏകദേശം 10 മിനിറ്റ് എടുക്കും. ഉപ്പൊന്നും കൂടെ നോക്കാം. ഉപ്പ്, എരിവ്, പുളി എല്ലാം കറക്റ്റാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നാടൻ അയല മീൻ കറി റെഡി. ഒരു പിഞ്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. നാടൻ അയല മീൻ കറി റെഡി. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് നല്ല ചാറോട് കൂടിയ മീൻ കറിയാണ്.